CCTVയുടെ വർക്ക് മാത്രമാണച്ചാ എൻ്റെ മുമ്പിലൊരു വഴി. ഒരു ദിവസം പോലും ഒഴിയാതെ വിശ്രമമില്ലാതെ ജോലി ചെയ്താൽ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള 75,000 രൂപ ഉണ്ടാക്കാൻ പറ്റും. അതല്ലാതെ വിനയ, നീ അത് എത്ര കാലം കൊടുക്കും? മക്കളുടെ ഭാവിക്കായിട്ട് സ്വരുക്കൂട്ടി വെക്കേണ്ട പണമല്ലേ അത്? എന്ത് ചെയ്യാനാച്ചാ, പറ്റിപ്പോയി, പെട്ടുപോയി. ഏതെങ്കിലും ബാങ്കിലായിരുന്നു പ്രമാണം പണയം വെച്ചിരുന്നെങ്കിൽ ഇത്രയും ഇൻട്രസ്റ്റ് വരില്ലായിരുന്നു. ഇനി മാറ്റി വെക്കാന്ന് വെച്ചാ മുഴുവൻ തുകയും കൊടുക്കാതെ പീതാംബരൻ സാറ് പ്രമാണം വിട്ടു തരികയില്ല. തൽക്കാലം അയാളിൽ നിന്നും പ്രമാണം തിരിച്ചെടുക്കാൻ ഒരു വഴിയുണ്ടായാൽ കുറച്ചൊരാശ്വാസം കിട്ടുമല്ലേ? അതെ അച്ഛാ, ബാങ്ക് ലോൺ ആണെങ്കിൽ ഒന്നും പേടിക്കാനില്ല. 10-15 വർഷത്തേക്ക് ടൈം കിട്ടും. പിന്നെ 25,000 രൂപയോളം മാത്രമൊക്കെ EMI വരും. കാലാവധി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വത്ത് തിരിച്ചു കിട്ടുകയും ചെയ്യും. തൽക്കാലം സഹായിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോന്ന് വിനയനൊന്ന് അന്വേഷിക്കും. ഞാനും നോക്കാം. എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കി ആ പീതാംബരന്റെ കയ്യിൽ നിന്നും പ്രമാണം നമുക്ക് തിരിച്ചെടുക്കണം. അത് തന്നെയാണ് അച്ഛാ എൻ്റെ ലക്ഷ്യം. ഞാൻ ശ്രമിക്കുന്നുണ്ട്, നടന്നാ ഭാഗ്യം. അച്ഛനും കൂടി ശ്രമിക്കാന്ന് പറഞ്ഞപ്പോ ഒരു ആശ്വാസം കിട്ടി. വെള്ളം. താങ്ക് യു. മതി. വിനയൻ മക്കളെ കണ്ടോ? ഞാന് കേറി വന്ന ഉടനെ കണ്ടായിരുന്നു. ഞാൻ കൊണ്ടുവന്ന ചോക്ലേറ്റും കൊടുത്തു. ഓ, അത് മതി അച്ഛാ. അവർക്ക് എന്നെ കാണുന്നത് വലിയ സന്തോഷമൊന്നും ആയിരിക്കില്ല. അതൊക്കെ മാറ്റിയെടുക്കണം വിനയ. അവർക്ക് അച്ഛന്റെ കൂടെ പോയാൽ മതിയെന്ന് അവര് പറയണം. അങ്ങനെ ഒരു ദിവസം ഉണ്ടാവും, ഉണ്ടാവാതിരിക്കില്ല അച്ഛാ. ഇപ്പൊ ഞാൻ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി പ്രായശ്ചിത്തം ചെയ്ത് തുടങ്ങണം. ഞാനെന്നാ ഇറങ്ങട്ടെ അച്ഛാ. ശരി. വർക്കിന്റെ കാര്യത്തിൽ ഒരാളെ കാണാമെന്ന് പറഞ്ഞിരുന്നു. എന്നാ ശരി വിനയ, വർക്കൊക്കെ നഷ്ടപ്പെടാതെ നോക്കണം. ഞാനും മക്കളൊക്കെ ഇവിടെ ഉണ്ടാവും. സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങും. ശരി അച്ഛാ, ഞാൻ എന്നാ ഇറങ്ങട്ടെ. അമ്മ ചേച്ചി.